കണ്ണില്ലാത്തവർക്ക് കണ്ണു കൊടുക്കാനോ, കാലില്ലാത്തവർക്ക് കാല് കൊടുക്കാനോ, കൈയില്ലാത്തവർക്ക് കൈ കൊടുക്കാനോ, കരളില്ലാത്തവർക്ക് കരള് കൊടുക്കാനോ, താൻ എന്ത് വേണമെങ്കിലും കൊടുക്കും, വഴിയിൽ നിന്ന് മാറ്. അങ്ങനെ മാറാൻ പറ്റില്ല സുഹൃത്തുക്കളെ. ഈ പറയുന്നതൊന്നും നമുക്ക് കൊടുക്കാൻ കഴിയില്ല. പക്ഷേ തുണി കൊടുക്കാൻ പറ്റും. അപ്പൊ ഞങ്ങൾക്ക് തുണി വേണ്ടേ? അയ്യോ, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഉടുത്തിരിക്കുന്ന തുണി ഉരിഞ്ഞു തരാനല്ല ഞാൻ പറഞ്ഞത്. കൊടുങ്കാറ്റും പേമാരിയും കൊണ്ട് നാടും വീടും നഷ്ടപ്പെട്ടവർക്ക് ഉടുതുണി വാങ്ങിക്കൊടുക്കാനുള്ള ഒരു ചെറിയ സംഭാവനയാണ് ഞാൻ ചോദിച്ചത്. അതിനിവിടെ എവിടെയാ കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടായത്? ഇവിടെങ്ങും അല്ല സുഹൃത്തുക്കളെ, അങ്ങ് ഭാരതത്തിന്റെ വടക്കുകിഴക്കേ കോണിൽ. നമ്മളെല്ലാം ഭാരതീയരല്ലേ? ഭാരതത്തിന്റെ വടക്കുകിഴക്കേ കോണിലായാലും തെക്കുകിഴക്കേ കോണിലായാലും പേമാരി പേമാരി തന്നെ അല്ലേ? താനി വന്നേ. അയ്യോ, കൈ വാങ്ങിക്കാൻ പാടില്ല. ഇതിനകത്തിട്ടാട്ടെ. ദുരിതാശ്വാസ നിധി പേമാരി പേമാരി പേമാരി. ബിരുവന്താണി ഇവിടെ വരൂ. അല്ലെങ്കിൽ വേണ്ട, അവിടെ നിൽക്കേ, ഞാൻ അങ്ങോട്ട് വരാം. നിന്നെ ഞാൻ അകത്താക്കൂടാൻ തോന്നി. ഞാനെന്താ ഈച്ചയോ പൂച്ചയോ പഴുത്ത മാങ്ങയോ വല്ലതാണോ പിടിച്ച് അകത്താക്കാൻ? നിന്നെ ഞാൻ ലോക്കപ്പിനായിട്ടാക്കുമെന്നാ പറഞ്ഞു. വകുപ്പ് 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 നിന്നെ ഞാൻ ഇതിനു മുമ്പ് താക്കീത് ചെയ്തിട്ടുള്ള പണപ്പിരിവ് നടത്തി ആളുകളെ വഞ്ചിച്ചിട്ട് വകുപ്പ് അറിയണം. അല്ലട ഗുരുവായൂരപ്പ. എന്റെ പേര് അതല്ല, അന്തോണിന്ന. ഇവിടെ ഇന്ത്യൻ പീനൽ കോഡ് എന്നൊരു കോഡുണ്ട്. അതിലെ സെക്ഷൻ 118 വായിച്ചിട്ടുണ്ടോ? എന്തോ ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 118 വായിച്ചിട്ടുണ്ടോ എന്ന്? അല്ലെങ്കിൽ എന്നാ പിടിച്ചോ. If a person sufficiently declarations all the conditions of the locality or somebody give to anybody in the nationalities from tin collections are. tin collections എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇത് തന്നെ പാട്ടപ്പിരിവ്. From all the tin collections not to questions or answers in the nation rather the botheration. വല്ല പിടിയും കിട്ടിയോ? പാട്ടപ്പിരിവ് ഓരോ ഇന്ത്യൻ പൗരന്റെയും ജന്മാവകാശമാകുന്നു. അതിനെ ചോദ്യം ചെയ്യുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ വയസ്സുകാലത്ത് പെൻഷൻ മേടിച്ച് പിള്ളേര് ഒന്നിച്ച് വീട്ടിൽ കഴിയണമെന്നുണ്ടോ? അതോ? ഇല്ലില്ല, ഞാൻ ചോദ്യം ചെയ്തിട്ടുമില്ല, തടസ്സപ്പെടുത്തിയിട്ടുമില്ല. നിന്റെ ഇഷ്ടം എങ്ങനെയാന്ന് വെച്ചാൽ അങ്ങനെ ആയിക്കോ. കഴിഞ്ഞില്ലേ? എനിക്കൊരു കേസ് അന്വേഷിക്കാം കേട്ടോ. ദോശ എടുത്തേ. ഒരു ചായ ചോദിച്ചിട്ട് എത്ര നേരമായി? ഇവിടെ ഒരാളല്ലേ ഉള്ളൂ. കുറച്ച് ചമ്മന്തി ഒരു ചായ. സ്വല്പം താമസമുണ്ട്. താമസിക്കാൻ എനിക്ക് സമയമില്ല. എന്നാ പോയിട്ട് വന്നാ മതി. ഇതെവിടുത്തെ മര്യാദയാണ്? ഒരുത്തൻ രാപകൽ അധ്വാനിച്ച് പണവുമായി ചായ കുടിക്കാൻ വരുമ്പോ പോയിട്ട് വരാനോ? ഈ കിളിപാടിയിൽ വേറെ കടയില്ലെന്നാണോ നിങ്ങളുടെ വിചാരം? കടയൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ കാശ് കൊടുക്കണം. പിന്നെ ഇതെന്തുവാ, പുളിങ്കുരുവാന്നോ? മേലായി കട ഞാൻ കാലൂത്തത്തില്ല. അന്തോണി അവിടെ നിന്നേ. അങ്ങനെ വഴിക്ക് വാ. ഇവിടെ തരാനുള്ള കാശ് തന്നിട്ട് പോയാ മതി. ഇവിടെ തന്നാ ഞാൻ അവിടെ എങ്ങനെ കൊടുക്കും? എങ്ങനെ കൊടുത്താലും വേണ്ടല്ല, മര്യാദയ്ക്ക് കാശ് തന്നിട്ട് പോയാ മതി. ഇപ്പൊ തരാൻ പറ്റില്ല. അത് വേണ്ടത്തില്ല, ഞാനിങ്ങോട്ട് എടുത്തോളാം. അയ്യോ, എന്നെ കളിപ്പിക്കാനൊന്നും നടക്കില്ല. അയ്യോ, ഈ ജഗതമ്മ കളിപ്പിക്കാന്ന് വിചാരിച്ചല്ലേ? അതൊന്നും നടക്കുകയല്ല മോനെ. കടുവായ കിടുവാ പിടിച്ചെന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പോഴാ നേരിട്ട് കണ്ടത്. ഈശ്വരനുണ്ടെന്ന് ഇപ്പൊ പൂർണ്ണ ബോധ്യമായി. ഇനി ഇത്രയും കാലം ഈശ്വരാന്ന് വിളിച്ചു കിടന്ന എന്തിനാ? ഇത്രയും നാൾ വിളിച്ചിട്ട് ഇപ്പോഴാ വിളി കേട്ടെന്ന് കൂട്ടിക്കോളൂ. എണ്ണി എടുത്തോ. ഗതികെട്ട കാശ, ഗുണം പിടിക്കത്തില്ല. പോണി. അയ്യോ, ഇരുന്നാട്ടെ. ഏതായാലും അന്തോണി പറഞ്ഞിട്ട് പോയത് സത്യമാണ്. ആളുകളെ കബളിപ്പിച്ച കാശല്ലേ. അവരുടെ പേര് തന്നെ തിരുവന്തോണി എന്ന്. പേരെന്തായാലെന്താ, ആള് പണ്ഡിതനോ? ഇന്ത്യൻ പീനൽ കോഡൊക്കെ പച്ചവെള്ളം പോലാ.